അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ അതിൻ്റെ ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്കുള്ള ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശയിലുള്ള കോണളവ് എത്രയാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷനാണ്, നമ്മൾ കൊണ്ട് ഉറപ്പായിട്ടും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ എന്ത് ചെയ്യും? കോണളവ് കാണും. കോണളവ് കാണാനുള്ള സമവാക്യം നമുക്ക് അറിയുകയും ചെയ്യാം. എങ്ങനെയാണ് കോണളവ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു സമവാക്യം ഉപയോഗിച്ചാണ് അല്ലേ? 30h - 11/2m. h എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണിക്കൂറത്തെ സമയം, m എന്ന് പറഞ്ഞാൽ മിനിറ്റത്തെ സമയം. അപ്പോൾ ഇട്ട് കൊടുക്കാം: 30 × 11 - 11/2 × 30. ഓക്കെ ആണല്ലോ? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 15 × 2 ആണ് 30, അപ്പോൾ 15. 30 × 11 എന്ന് പറയുന്നത് എത്ര കിട്ടും? 330 മൈനസ് 15 × 11 എത്രയാണ്? 165 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 330-ൽ നിന്നും എന്ത് കുറയ്ക്കണം? 165 കുറയ്ക്കണം. 165 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 165 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 165 കിട്ടിയതും നമ്മൾ പോയി എന്ത് ചെയ്യും? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 165 എന്നങ്ങ് കറുപ്പിക്കും. പക്ഷേ 165 അല്ല ഇവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റും. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശയിലുള്ള കോണളവ്. ഇവിടെ ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശ ഏതാ? ഇതല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതറിയുകയും ചെയ്യാം. ഇത് എത്ര എന്ന് കിട്ടി? 165 എന്ന് കിട്ടി. അപ്പോൾ നീങ്ങുന്ന ദിശയിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ ഇവിടെ കിട്ടുന്ന കോണളവ് ചെറിയ കോണളവാണ്. നമുക്കറിയാം ചെറിയ കോണളവാണ് കിട്ടുന്നത്. എന്നാൽ ഈ ചോദ്യത്തിൽ കാണേണ്ടത് എന്താണ്? വലിയ കോണളവാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഈ ദിശയിലുള്ള കോണളവ് കാണണം. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360-ൽ നിന്നും ഈ പറയുന്ന 165 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 195 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 195 ഡിഗ്രി ആണ്.